ഏയ് സത്യേണ്ട വൈഫല്ലേ പോയത്? എന്തും മനുഷ്യനല്ലേ ഫുൾ ടൈം വെള്ളം ചേർക്കുന്ന സത്യൻ. അയാൾക്ക് ഇട്ടൊരു ഭാര്യ വിരലുകളില്ലാത്ത വിദ്യാണല് വേണം എന്തിനെ കൊടുത്തു. എനിക്കറിയില്ല ഏട്ടാ, ആ ചേച്ചിയോട് ചോദിച്ചാ മതി. ആരടാ അത്? ചേച്ചി ഇയാൾ ആരുടെ വീട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ശരി. എനിക്കറിയില്ല, ഈ ഭാഗത്ത് ഏതൊരു വീടാണ്. ഇത് അവിടെ ഒന്ന് പോയി അന്വേഷിക്കൂ. ആ ചേച്ചി എന്താ നിന്റെ അടുത്ത് പറഞ്ഞു? അയാൾ ആരുടെ വീട് ചോദിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞ? എനിക്കൊന്നും അറിയില്ല. ഞാൻ പോണ്. ശരി എന്നാ. എന്താ മോളു, വേദന ഉണ്ടോ? കളിക്കുമ്പോ നോക്കണ്ടേ, അമ്മ ഇപ്പൊ വരൂട്ടോ. എന്ത് പറ്റി മാളു? അമ്മ വന്നു. എന്താ സോനു? ഞാൻ അതിൽ കൂടെ പോകുമ്പോ മോള് വീണടക്കായിരുന്നു. മുറിവൊന്നുമില്ല, വേദന ഉണ്ട് തോന്നുന്നു. ശ്രദ്ധയില്ലാതെ നടന്നിട്ടല്ലേ? അച്ഛൻ എവിടെ പോയി? ഓ, വർഗീസേട്ടൻ പൊക്കിയിട്ടുണ്ടാവും. നമ്മളെ മാധവേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ശരി, ഞാൻ പോട്ടെ. ഇനി വെള്ളിയാങ്കലിൽ നോക്കിയാ മതി. കണ്ണും നോട്ടും ഇല്ലാതെ നടന്നിട്ടല്ലേ? ഇവിടെ ഒരാളുണ്ട്, ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. മോളെ, മിണ്ടാൻ വയ്യാത്തൊരു കുട്ടിയാണ് ഇവിടെ ഉള്ളതെന്ന് ഒരു ബോധവും നിന്റെ അച്ഛനില്ല. കൂട്ടുകാരല്ലേ വലുത്, ആഘോഷിക്കാൻ പോയിരിക്കും. ടച്ചിങ്സ് ഒക്കെ കുറവാണല്ലോ. സത്യേട്ടൻ തന്നെ തുടങ്ങിയ ആദ്യം. അതിന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടല്ലട ഉള്ളൂ. ഇന്ന് മാധവൻ വന്നതിന്റെ ആഘോഷല്ലടാ. 10ാം തരം എണ്ണി തീരാത്ത സത്യേട്ടന് ഡിഗ്രി കഴിഞ്ഞ ഒരു പെണ്ണ് സുന്ദരി, സുമുഖി, സൽസ്വഭാവി. അങ്ങനെ പറയരുത്. പഠിപ്പില് സത്യേട്ടത്തിന് മോശാണെങ്കിലും പ്രായത്തിന് മുന്നിലല്ലേ. ഒഴിക്കണ കണ്ണ, ഞാൻ ഫിറ്റല്ല. വർഗീസേട്ടനും മാധവനും ഓർക്കുന്നുണ്ടാ? നമ്മൾ ആദ്യമായി കൂടിയത് ഈ പുഴയോർത്ത് വെച്ചാ. അന്ന് ഞാനൊരു പാട്ട് പാടിയത് ഓർമ്മയുണ്ടാ? കൊന്നത്തൊരു കാവുണ്ട്, കാവിനകത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളേ. ഇനി വെള്ളമടിച്ച് എൻ്റെ ലിവറൊക്കെ പോയി ഞാൻ തീർന്നു പോയാ, ഞാൻ അടിച്ചു പോയാ എന്നെ ഇവിടെ തന്നെ അടക്കാൻ ചെയ്യണം. അതിപ്പോ തന്നെ വേണ്ടി വരും. ആർക്കെങ്കിലും വെള്ളമടി നിർത്തണമെന്ന് തോന്നിയ ഇവിടെ വരണം, അടിച്ചു തീർക്കണം. അമ്മയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഈ പുഴയോരത്ത് വെച്ചായിരിക്കണം. ഇണക്കവും പിണക്കവും സന്തോഷവും ഒക്കെ ഈ പുഴയോരത്ത് വെച്ചാവണം. വർഗീസേട്ടാ, സത്യേട്ടനെ കൊണ്ടുവിടണം. പാമ്പായി. ഈ വണ്ടി ഓടിക്കണ്ട. എണീക്കടാ, ആ പെങ്കൊച്ചവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ആരോടും എന്നെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടില്ല. അവള് വലിയ ജോലിക്കാരി. ആ കാര്യത്തില് സത്യേട്ടൻ ഭാഗ്യവാനാ. അവരുടെ വരുമാനം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ കാണാറുന്നല്ലേ. വർഗീസേട്ട പിടിക്കാണ്ട്. ആ കയ്യിൽ പോയി തോന്നുന്നു. പണിയെടുക്കാൻ മടിയുള്ളവർക്ക് കാരണങ്ങൾ പലതുണ്ട്. വണ്ടി ടെസ്റ്റിനെ കയറ്റിയെന്നുള്ളതാണ് ഇപ്പോഴത്തെ കാരണം. ഭാര്യയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാർക്ക് മടിയല്ലാതെ പിന്നെ എന്തു വരാനാ? നീ രക്ഷപ്പെട്ടു, എന്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ചിലപ്പോ തോന്നും
ചിലപ്പോ അങ്ങനൊക്കെ തന്നെ ഉണ്ടാവും. അതിനുള്ള ധൈര്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആള് വന്നടി, ഞാൻ വിളിക്കാം. ഓക്കെ വർഗീസ് ചേട്ടാ, വർഗീസ് ചേട്ടാ, ഓക്കെ. അയ്യോ, ബാലുട്ടി ഇറങ്ങിയാ? ഇവിടെ ഇവിടെ ഇവിടെ. വർഗീസ് ചേട്ടാ, ഞാനൊന്ന് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് വരട്ടെ. വർഗീസിന് കയറി ഇരിക്കി, ഊണ് വെച്ച് പോയാൽ മതി. എന്താ മോൾട്ടേക്ക് അയ്യോ ഒരു ഉഷാറില്ലാത്ത? അവളൊന്ന് വീണു വർഗീസേട്ടാ, കാലിന്റെ മുട്ടൊന്ന് പൊട്ടി. നോക്കട്ടെ നോക്കട്ടെ, നാളെ തന്നെ ഡോക്ടറെ കാണിക്കണം. കൊച്ചു പിള്ളേരാ, എന്തേലും പറ്റി കഴിഞ്ഞാൽ അറിയുന്നത് പിന്നീടാ. മോള് വർഗീസേട്ടന്റെ കൂടെ പോരണോ? അവളെ ആര് വിളിച്ചാലും പോവും. അച്ഛന്റെ മോള് തന്നെ. അച്ഛന്റെ മോള്. എന്നാ ഞാൻ പോട്ടെ കുട്ടിയെ. ശരി വർഗീസേട്ടാ. എടാ നമ്മളെ തച്ചേട്ടനെ കണ്ടോ? ആള് നല്ല പാമ്പെടുത്തിൽ പോരുന്നേ, തല പൊങ്ങിയല്ലേ എണീക്കാൻ പറ്റും. എടാ വിവേകേ, ദേ വരുന്നു മുതല്. ബീവറേജ് തുറക്കുന്ന സമയമായാൽ ആളെന്തേലും എണീക്കും. തച്ചേട്ടാ നിക്ക്, ഞാൻ തച്ചേട്ടനെ കുറെ നേരമായാലോ വിളിക്കണു, കിട്ടിയില്ലല്ലോ. ശരിയാടാ, ചാർജില്ല. മോളൂട്ടി ഇതെവിടേക്കാ? അച്ഛൻ പോയിക്കോട്ടെ, നീ ഇങ്ങോട്ട് വാ. സത്യേട്ടൻ വീറേതിലേക്കല്ലേ? മാധവേട്ടൻ സാധനം മേടിക്കാൻ പൈസ തന്നുണ്ട്. അല്ലടാ, ഞാൻ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. വന്നിട്ട് പോകാം. മാധവേട്ട സത്യേട്ടന് കൊടുക്കാം. ഹലോ, മാധവ പറയ്. ഇന്നിവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടാ. പിന്നെ സാധനം സത്യേട്ടൻ വാങ്ങിട്ട് വാട്ടാ. എടാ, എനിക്ക് കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. അയ്യോ സത്യേട്ടാ, അവരിപ്പോ ഇവിടെ എത്താറായിണ്ടെന്നാ തോന്നണേ. പെട്ടെന്ന് മേടിച്ചിട്ട് വാ. ഓക്കെ ഓക്കെ. അവര് വന്നിട്ടെന്ന് തോന്നുന്നു. ഹലോ മാധവ, കട്ടായി. ആടാ പൈസ കൊണ്ടുപോവാ. ഇയാൾക്ക് എന്നും കള്ളുകൂടി ആഘോഷം തന്നെയാണ്. ഞാൻ പോട്ടറാ. വർഗീസ് ചേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. സത്യ, ഒരു കാര്യണ്ടടാ. മാധവൻ എന്നെ വിളിച്ചിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞു. ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. വർഗീസ് ചേട്ടാ ഒന്ന് പോയിട്ട് വാങ്ങി വരുമോ? പണി തീർന്നിട്ടില്ല ഇതുവരെ. നീ ഒരു കാര്യം ചെയ്യും, മോള് ഇവിടെ വെക്കട്ടെ, വാങ്ങി വേണ്ട, അതൊന്നും വേണ്ട. എന്നാ മോളെ വണ്ടിയിലിരുത്തിപ്പോ 2 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോളാം. ശരി, ഞാൻ പോട്ടെ. മാളിവിടെ ഇരിക്കേ, അച്ഛൻ ഇപ്പൊ വരാം കേട്ടോ. ഇരിക്കണേ. പോയി സത്യേട്ടനല്ലേ ഇത്? എന്താ ഇവിടെ കിടന്നു തരണേ? സത്യേട്ടാ, എന്ത് പറ്റി? അവിടെ മാളു ഇവിടെ ഇരുത്തിയതാ, ഞാൻ മാളുവിനെ കാണാനില്ല. മോളെയും കൊണ്ട് വരാൻ പറ്റിയ സ്ഥലം നിങ്ങൾക്ക് എന്താ? ഞാന് മാധവൻ പറഞ്ഞിട്ട് നോക്കാം. സത്യേട്ടാ, നമുക്ക് ഒന്നുകൂടി ഇവിടെ നോക്കിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാട്ടോ. കണ്ണാ, നീ എവിടെ നോക്ക്.
അല്ല മോളെവിടെ അഡ്മിറ്റ് ആക്കിയോ? അഡ്മിറ്റ് ആക്കിയിട്ടൊന്നുമില്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ചേച്ചി ഒരു ചെറിയ പ്രശ്നം പറ്റി. നമ്മുടെ മാളുവിനെ കാണാനില്ല. കാണാനില്ലെന്നോ? അതല്ല ചേച്ചി, മോളെ സത്യേട്ടൻ ബൈക്കിലിരുത്തി കടയിലേക്കൊന്ന് കയറിയതാ. എവിടെ വെച്ചിട്ട്? ഏത് കടയുടെ മുന്നിൽ വെച്ചാ കാണാതെ പോയത്? പറയ്, ഞാൻ പോയി നോക്കിക്കോളാം. അത് പിന്നെ ബീവറേജിന്റെ. ഓ, ഇപ്പൊ കള്ളു മേടിക്കാനും ഒപ്പം അടിക്കാനും ഒക്കെ മോളെയും കൊണ്ടുപോയി തുടങ്ങിയോ? കാശ് തികയാതെ വന്നപ്പോ എന്റെ കുട്ടി ആർക്കാണ് കൊണ്ടുവിറ്റത്? മിണ്ടരുത് നിങ്ങള്. ഒരു പണിക്കും കൃത്യമായിട്ട് പോവില്ല. രാവും പകലും കുടിയന്മാരെ കൂടെ തന്നെ. എന്റെ മോളെ എന്ത് ചെയ്തു നിങ്ങളൊക്കെ? ഒക്കെ കള്ളുടിയന്മാരാ. ഞാൻ എങ്ങനെ നിങ്ങളൊക്കെ വിശ്വസിക്കുക? എന്റെ മോൾ എവിടെ പോയാണാവോ? എടാ വിവേകെ, ആ സത്യേട്ടന്റെ മോളെ ഇന്നലെ മുതൽ കാണാനില്ലാന്ന്. ആ പാവം ഉണ്ടാവാത്ത കുട്ടിയല്ലേ? പറയുന്നത് കേട്ടു, ബീവറേജിൽ നിന്നാ മിസ്സിങ്. ഇയാൾക്ക് എന്തിന്റെ കേടപ്പോ ഈ സാധനം വാങ്ങാൻ പോകുമ്പോഴാണ് കുട്ടിയെ കൊണ്ട് നടക്കണേ? സംഗതി കഷ്ടാ, പാവം കുട്ടിയാ. നീ വേഗം നമ്മുടെ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യും. എടാ ആ കുട്ടിയുടെ ഫോട്ടോ എന്റെ ഫോണിലുണ്ടോ? എവിടെ നോക്കട്ടെ. ആരെങ്കിലും കള്ളുടിക്കാൻ പോകുമ്പോ ഈ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നത്? അവന്റെ കമ്പനികൾ മുഴുവൻ കള്ളുടിയന്മാരാണ്. മെയിൻ ചന്ദ്ര, മൊത്തത്തിൽ നീ ഈ കള്ളുടിയന്മാരെ മൊത്തം പറയല്ലേ? ഞങ്ങള് ഈ കള്ളുടിയന്മാരൊരു ഒറ്റ കെട്ടാണ്. അറിയാമെങ്കിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ മെമ്പറാണ് ആ വരുന്നത്. മെമ്പറല്ലേ? സത്യ, പോലീസിന്റെ ഭാഗത്തുനിന്ന് പരിപൂർണ സഹകരണമാണ്. അവർ അരിച്ചു പറക്കുന്നുണ്ട്. 3-4 ദിവസമായില്ലേ വാസുവേട്ടാ? വൈഫ് നന്ദന അകത്തുണ്ട്, കിടപ്പില, ഒന്നും കഴിക്കുന്നുമില്ല. വിളിക്കണോ? വേണ്ട, വീട്ടുകാര് ആരുമില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിപ്പോ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. എന്നാ ശരി. ശരി വാസുവേട്ടാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചറിയിക്കണം. വർഗീസ് സ്ഥലത്തില്ലല്ലേ? ഇല്ല. ആളിപ്പോ നാട്ടിലായിരിക്കും. ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ കമ്പനിയിൽ കൊടുത്തിട്ട് പോയി എന്നാണ് അന്വേഷിച്ചപ്പോ പറഞ്ഞത്. തുറന്നാട്ടുകാരനാടേ, അതും വരുത്തനാ. വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ പാർട്ടി ഓഫീസിൽ വിളിച്ചു പറയണം. കോമ്രേഡ്സിനെ അവർ സ്റ്റേഷനുമായി ബന്ധപ്പെടാതിരിക്കില്ല. എന്നാ ശരി. കണ്ടത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല. ഒടുക്കാണ് സ്ഥലം. നമ്മുടെ പാർട്ടിക്കാരൊക്കെ അവിടെ ഉണ്ട്. മാളുട്ടി വന്നില്ലേ? ഇത് മാളൂന് കൊടുക്കാനാ. അവൾക്ക് റോസാപ്പൂ നല്ല ഇഷ്ടാ. ഇത് ഇന്ന് വീട്ടിൽ വിരിഞ്ഞതാ. അങ്കിളെ, മാള് എവിടെ? ആന്റി ഒന്നും പറയുന്നില്ല. ആ ചേച്ചി, അവള് വരും. വിരുന്ന് പോയതാ. അവള് എത്തു കേട്ടോ. മോള് പോയിക്കോ. നമോ നാരായണായ നമഃ. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ഇതാണ് സത്യന്റെ വീട് അല്ലേ? ആലപ്പുഴ കൃഷിയുണ്ടല്ലോ. ആ, പഴയ തറവാടാ.
നമസ്കാരം തിരുമേനി. നമസ്കാരം. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നീ 5 ധാതുക്കളെ അടിസ്ഥാനമാക്കിയാണ് വാസ്തുശാസ്ത്രം നിലകൊള്ളുന്നത്. പഴക്കം ചെന്ന വീടാണല്ലോ ഇത്. ആ മാഷേ, തിരുമേനിയുടെ അകത്ത് കയറി ഇരിക്കാൻ പറയൂ. വീടിനും ഉണ്ടാവുമല്ലോ ചില ദോഷങ്ങളൊക്കെ. സത്യൻ ഒരു സംശയം പറഞ്ഞപ്പോ തിരുമേനെ കയ്യോടുകൂടി കൊണ്ടുവന്നു. നിൽക്കാൻ സമയമില്ല. ഇയാള് നിർബന്ധിച്ചപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. മങ്ങാട്ട് ഒരു താമ്പൂല പ്രശ്നത്തിന് പോണ വഴിയാ. വീടിന്റെ ചുറ്റളവ്, കിണറിന്റെ സ്ഥാനം, അടുക്കളയുടെ സ്ഥാനം, കുഴപ്പമാണല്ലോ. എല്ലാം കുഴപ്പത്തിലാണ്. ചുറ്റളവ് മൊത്തം കുഴപ്പത്തിലാണ്. അഗ്നികൂണും വായുകൂണും ഇല്ലെങ്കിൽ രോഗദുരിതങ്ങളും ദുഃഖങ്ങളും മാറില്ല എന്നാണ് കാണുന്നത്. അയാളോട് ഇല്ലത്തേക്കൊന്ന് വരാൻ പറയാ. സത്യ വിശദായും നോക്കന്നെ വേണം. മോളെ കണ്ടെത്താൻ ഏത് മാർഗമാണെങ്കിലും സ്വീകരിക്കണം. അന്ധവിശ്വാസമാണെന്നും അനാചാരാണെന്നൊക്കെ പലരും പറയും. സ്വന്തം കാര്യം വരുമ്പോ എല്ലാവരും കണക്കാ. എന്നാ ഞങ്ങളങ്ങട് തിരുമേനി. പേര് പേര് മാളു, അല്ല നയന. എന്താ നക്ഷത്രം? ഉത്രം. ജോത്സ്യം ഇന്നിപ്പോൾ ഒരു ബിസിനസ്സാണ്. കസ്റ്റമേഴ്സിന് സുഖമുള്ള കാര്യങ്ങൾ മാത്രം പറയണം, എന്നാലേ നിലനിൽപ്പുള്ളൂ. അതാണ് കാലം. മേടം, ഇടവം. തന്നോട് ഞാനിപ്പോൾ എന്താ പറയുക? തിരുമേനി, സത്യമെന്നും സത്യമായി തന്നെ നിലനിൽക്കണം. ഈ ജന്മത്തിൽ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചതന്നെയല്ലേ മതിയാവൂ. സത്യനോടൊന്നും മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടൂ, അത് മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി. തിരിച്ചു കിട്ടും. പക്ഷേ പുറംനാട്ടുകാരുമായി ഇവിടെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ? എങ്കിൽ അയാളുടെ കയ്യിലാണ് കുട്ടി. കുട്ടിയെ തിരിച്ചു കിട്ടും. പക്ഷേ അത് നല്ല മുഹൂർത്തത്തിലല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. എടാ കണ്ണ, നീ ഇവിടെ ഒന്നും ഇരിക്കുകയായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു തന്നെ. പുറത്തിറങ്ങിയ ആൾക്കാരുടെ അർത്ഥം വെച്ചുള്ള നോട്ടം പാവും. എനിക്ക് വയ്യ സത്യേട്ടാ. എന്തു പറ്റിയടാ? പോലീസുകാരൻ നിന്നെ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? വർഗീസേട്ടനെ കുറിച്ചിട്ടായിരുന്നു അവരുടെ എല്ലാ ചോദ്യങ്ങളും. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാ സത്യേട്ടാ? ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. മാള് പോയതിനു ശേഷം ഞാൻ മദ്യം തൊട്ടിട്ടില്ല കൈകൊണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു സത്യേട്ടാ. ഇനിയിപ്പോ കുടിച്ചില്ലെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ നമ്മളിപ്പോഴും കുടിയന്മാരാ. ജീവിക്കാൻ തന്നെ എനിക്ക് പേടിയാടാ. എന്ത് വിശ്വസിച്ചാ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോവുക? സത്യേട്ടന് കേൾക്കണം, എൻ്റെ ഭാര്യ വരെ പിണങ്ങിപ്പോയി. മോളെ കള്ളുകുടിയന്മാരുടെ കൂടെ നിർത്താൻ അവൾക്ക് വിശ്വാസമില്ല. കാലം അങ്ങനെയൊക്കെ ആയിപ്പോയി. ആർക്കും ആരെയും വിശ്വാസമൊന്നുമില്ല. ആർക്കും ആരെയും എന്തും ചെയ്യാം. നമ്മളെല്ലാം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. പഠിച്ച ശീലങ്ങൾ അതായി പോയില്ലടാ. ലോകം തന്നെ നമ്മളൊക്കെ തോൽപ്പിച്ച് കളഞ്ഞു തുടങ്ങി അല്ലടാ സത്യേട്ടാ.
ആന്റി മാൾട്ടി വന്നില്ലേ? വരും. ആന്റി നുണ പറയ. വീട്ടില് മമ്മി പറയ മാളുവിന്റെ കണ്ണെല്ലാം കുത്തിപ്പൊട്ടിച്ച് പിച്ചക്കാര് കൊണ്ടുപോയിട്ടുണ്ടാവുന്ന്. ശരിയാണോ ആന്റി? ഞാനും ഒരുപാട് തിരഞ്ഞു. ഈ പുഴയോരത്തിങ്ങനെ ഇരുന്നാൽ മതിയോ? എത്ര നാളാച്ചിട്ടാണ്. എൻ്റെ മാടുമില്ലാതെ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. സത്യേട്ടാ, ചെറിയൊരു ന്യൂസ് കേട്ടു. വാട്സപ്പ് വഴി വന്നൊരു വാർത്തയാണ്. അതിപ്പോൾ സത്യമാണോന്നൊന്നും അറിയില്ല. എന്താണെന്ന് പറയ്. ഞാൻ പതറില്ല. പല പല ചിന്തകളാ മാളുവിനെ കുറിച്ച് ഇപ്പൊ എൻ്റെ മനസ്സിൽ. ആ കാലം അതൊക്കെയായില്ലേ. കടലോരത്തൊരു ചെറിയ പെൺകുട്ടിയുടെ ബോഡി കണ്ടു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? സത്യട്ടാ, അത് സത്യാവണമെന്നില്ല. നീ ഒന്ന് പോയി അന്വേഷിക്ക്. അത് മാളുവാണെങ്കിൽ ഈ പുഴയോരത്ത് എത്തിച്ചാൽ മതി. വീട്ടിൽ എൻ്റെ മോളെ അങ്ങനെ കാണണ്ട. ഞാനും ഉണ്ടാവും. നീ ചെല്ലടാ, ചെല്ല. ആളിവിടെ ഉണ്ട്. സഖാവ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. വ്യക്തമായിട്ടൊന്നും പറയണ്ട. ആളെ മക്കൾ കൊണ്ടുപോകണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. സത്യേട്ടാ, മാധവ, വല്ല വിവരം കിട്ടിയോ? നമുക്കൊരു സ്ഥലം വരെ പോയല്ലോ. പോകാം. നീ കാര്യം പറയും. എന്റെ മോൾ എവിടെ ഉണ്ടെന്ന് പറയേ. സത്യ, നമ്മുടെ പാർട്ടി ഇടപെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് വർഗീസിനെ പൊക്കിയിട്ടുണ്ട്. അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നന്ദൻ അതേ കിടപ്പ് തന്നെ. എന്റെ മോളുടെ കാര്യം പറയും. മാധവ ഉണ്ട്. പോലീസിന് പോലും കൈമാറാണ്ട് ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ വെള്ളിയാങ്കലിൽ എത്തിച്ചിട്ടുണ്ട്. സത്യേട്ടൻ എന്തും സഹിക്കാനുള്ള കരുത്തുണ്ടാവണം. ഞങ്ങളുടെ കൂടെ വരണം. ഞാനുണ്ട് മാധവേട്ടാ. എനിക്കുണ്ട് എന്തും നേരിടാനുള്ള കരുത്ത്. നന്ദനെ ഇപ്പൊ വരണ്ട. നിങ്ങക്ക് എങ്ങനെ മനസ്സ് വന്നു എന്റെ മോളെ പുഴയോരത്ത് കൊണ്ടുപോയിടാൻ? സത്യേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ കണ്ടു കിട്ടുമ്പോ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുണ്ടാവും. വരൂ, എന്തായാലും നമുക്ക് പോവാം. സത്യ, പോലീസൊന്നും വിവരം അറിയിച്ചിട്ടില്ല. നീ വന്നിട്ടാകാന്ന് കരുതി. വർഗീസിന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നീ അതിക്രമൊന്നും കാണിക്കരുത്. ഞാൻ വിളിക്കാം. വർഗീസേ! സത്യ, പോലീസുകാരെന്നെ പെരുമാറിയപ്പോഴൊന്നും എനിക്ക് വേദനിച്ചില്ല. പക്ഷേ നിങ്ങളൊക്കെയാണത് ചെയ്യിപ്പിച്ചത് എന്നറിഞ്ഞപ്പോഴാ എനിക്ക് വേദനിച്ചത്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ മോളെവിടെ? ചേച്ചി, ഞങ്ങളൊക്കെ കള്ളോടിയന്മാരാ. സത്യേട്ടന്റെ കൂട്ടുകാര്. രാവും പകലും കുടിച്ചു കൂത്താടിയാലും ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊക്കെ ഒരു മനസ്സുണ്ട്. അത് കാണുന്നില്ല നിങ്ങളാരും. കണ്ണേട്ടാ, ഞാൻ പറയാം. ചേച്ചിയെ, വർഗീസേട്ടൻ പെങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോയതാ. എനിക്ക് എന്റെ മോളെ കാണണം. കാണിച്ചു തരാം. ഇവിടേക്ക് വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാ മറ്റൊരുത്തന്റെ കൂടെ നമ്മുടെ കുഞ്ഞിനെ കണ്ടത്. പോലീസിൽ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോ അവൻ പറഞ്ഞ വിശ്വസിച്ച ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവനാ. മോളെ
സത്യൻ അറിയോ ഇയാളെ? ഇല്ല. പക്ഷേ നന്ദന അറിയും. ഞാൻ അക്ഷയ്. ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാണ്. അല്ല, അതിനപ്പുറം എന്തോ ഒരു ബന്ധം ഞങ്ങളിലുണ്ടായിരുന്നു. അത് പിരിയാൻ കഴിയാത്തൊരു ബന്ധമേ പറഞ്ഞു. അതുകൊണ്ട് ആരും അറിയാതെ ഞങ്ങൾ ഒന്നിക്കാറുണ്ടായിരുന്നു. അലസനായൊരു ഭർത്താവ്, സ്ഥിര മദ്യപാനവും നിലവാരമില്ലാത്ത കൂട്ടുകെട്ടും അവൾക്ക് സഹിക്കുന്നില്ലെന്ന് പലതവണ എന്നോട് പറഞ്ഞു. ഒടുവിൽ ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. നന്ദന കുഞ്ഞില്ലാതെ വരില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അറിയാതെ ആ കുഞ്ഞിനെ കൈക്കലാക്കാനായിരുന്നു എൻ്റെ ശ്രമം. കുഞ്ഞുമായി പോകുന്ന സത്യനെ ഞാൻ പിന്തുടർന്നു. ബീവറേജിൽ നിന്നും കുഞ്ഞിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോകരുത്. പക്ഷേ കുഞ്ഞ് എൻ്റെ കയ്യിലുള്ളവരും നന്ദനയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല. തിരക്കിനിടയിൽ എൻ്റെ ഫോൺ എവിടെയോ നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നാട്ടിലേക്ക് കോട്ടയത്തേക്ക് പോയി. എല്ലാം ഒന്ന് ശാന്തമായിട്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് ഇയാളുടെ മുന്നിൽ ചെന്ന് പെട്ടത്. ഞാൻ എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. സത്യ, ഇനി ഇവനെ എന്തു വേണം? നിന്നെ ഏൽപ്പിക്കുകയാണ്. തല്ലാനായാലും കൊല്ലാനായാലും ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങൾക്കതിനൊരു മനസ്സുണ്ട്. അതാരും കാണാറില്ല കുട്ടി. എന്തിനും ഏതിനും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ പെണ്ണുങ്ങൾക്കോ എന്തും മനസ്സാണുള്ളത്? സത്യ പറയേ, ഞങ്ങള് ഇവനങ്ങോട്ട് തീർത്താലോ? നിൽക്കു വർഗീസേട്ടാ, ഞാൻ തീർത്തോളാം. നമുക്ക് പോലീസുമായി ബന്ധപ്പെടാം. വേണ്ട, ആരും വേണ്ട. നന്നായി. എനിക്ക് കൊടുക്കാൻ പറ്റാത്തതൊക്കെ നിനക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ അവൾക്കൊരു നല്ലൊരു ഭർത്താവല്ല, അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി. മോളെ അച്ഛൻ വന്ന് കണ്ടോളാം. മോള് വലുതായിട്ട് വർഗീസേട്ടാ, നമുക്ക് പോകാം. ഇനി എന്തിനാ? സത്യേട്ടാ, ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷെ എന്റെ സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എന്നും കൂട്ടായിരുന്നു അക്ഷയ്. അറിയാതെ മാപ്പ്. ഞാനും കൂടെ വരാം. വേണ്ട, പാടില്ല. എന്റെ ചിന്തകളല്ല നിന്റെ ജീവിതം. ഇനി നീ കൂടെ വന്നാലും നിന്റെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യ ജീവിതത്തിൽ അവന്റെ ചിന്തകൾ തന്നെയായിരിക്കണം വലിയത്. അതാണ് ഞാൻ പഠിച്ച പാഠം. അതാണ് ശരിയും.